എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ ഇതെന്താ ഇവരെങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിന്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്നത് ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. അതുകൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ്. നമുക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കണോ? ബജറ്റിനെ ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.